കഅബയെ പിടിച്ചവൻ, കഅബയെ വലയം ചെയ്തവൻ, കഅബയുടെ അരികിൽ എത്തിയവന് ഈമാനോടും ഇഖ്ലാസോടും കൂടി എത്തിയവനാണെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി എത്തിയവനാണെങ്കിൽ, ഭൗതികമായ മറ്റ് നേട്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നുമില്ലാതെ എന്റെ റബ്ബിനെ കാണുക, എന്റെ റബ്ബിലേക്ക് എത്തുക എന്ന ലക്ഷ്യബോധത്തോടു കൂടി ആരെങ്കിലും ആ കഅബയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കഅബയുമായിട്ട് അല്ലാഹു തആല ഇവനെ കണക്ട് ചെയ്തിട്ട് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല കഅബ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയം ഇവനെയും അതിനോടൊപ്പം ചേർത്ത് കൊണ്ടുപോകും. ഇവനെയും എന്നോടൊപ്പം ചേർത്ത് കൊണ്ടുപോകും. അതിനാണ് വരാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നീ വന്നിട്ട് ഇവിടെ ഒരു ഫോം പൂരിപ്പിച്ച് ആ ഹജറുൽ അസ്വദിൽ ഇട്ടിട്ട് പോ. ഇത് ഇവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ നിന്റെ പേര് കഅബ വിളിക്കും. ആരെല്ലാം ഈ കഅബയിൽ വന്നിട്ടുണ്ടോ അവരെ മുഴുവനും ഈ കഅബയുടെ പരിസരത്ത് കൊണ്ടുവരാതെ കഅബ അനങ്ങൂല എന്നാണ് ഹദീസിൽ കാണുന്നത്. കഅബയിൽ വന്നവർ ആരെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പരിശുദ്ധമായ കഅബയിലേക്ക് വന്നവർ ആരെല്ലാം ഉണ്ടോ, ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ മാലാഖമാർ 70,000 മലക്കുകൾ വന്ന് സ്വർണ്ണ ചങ്ങലയിൽ കഅബയെ വലിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ അനങ്ങൂല. എന്താ അനങ്ങാത്ത? ഇനിയും കുറെ പേര് എന്നെ ഇവിടെ വരാനുണ്ട്, അവരെ കിട്ടിയിട്ടില്ല. അപ്പൊ പറയും അവര് പാപം ചെയ്തവരാണ്, അവർ ഹജ്ജ് കഴിഞ്ഞും തെറ്റുകൾ ചെയ്തവരാണ്, അതുകൊണ്ട് അവരെ നിന്റെ പരിസരത്തെ കൊണ്ടുവരാൻ പറ്റൂല. അത് പറഞ്ഞാൽ പറ്റൂല. ഞാൻ അനങ്ങൂല ഇവിടുന്ന്. അവരെയും കൊണ്ട് എന്റെ മുന്നിൽ വന്നവരാണ് അവർ, എന്റെ മുന്നിൽ വന്നവരാണ്, എന്നെ ലക്ഷ്യം വെച്ച് വന്നവരാണ്, എന്നെ തവാഫ് ചെയ്തവരാണ്, എന്നെ ചുംബിച്ചവരാണ്. അതുകൊണ്ട് എനിക്കവരെ മനുഷ്യനാണ്. അവൻ ഇതെല്ലാം ചെയ്തിട്ട് പോയി. ഒരു സുപ്രഭാതത്തിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവനൊരു തെറ്റിലേക്ക് വീണുപോയി. അതുകൊണ്ട് അവനെ അങ്ങനെ തന്നെ ഒരു തെറ്റുകാരനാക്കി മാറ്റാൻ പറ്റൂല. അവനെയും കൊണ്ടുവരാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങുന്ന ചരിത്രമില്ല. അല്ലാഹു തആലയുടെ മലക്കുകൾ പറയും, പഠിച്ചവനെ രക്ഷയില്ല, കഅബ അനങ്ങുന്നില്ല, എന്താ ഇവന്റെ തീരുമാനം? പറയുന്നത് പോലെ ഏറ്റെടുക്ക്, ആരെ കൊണ്ടങ്ങ് എത്തിച്ചു കൊടുക്കും, അല്ലാതെ രക്ഷയില്ല. ചിന്തിക്ക് സുഹൃത്തുക്കളെ. കൈവശം നമുക്ക് കയ്യിൽ പണം ഇരുന്നിട്ട് സ്വർഗത്തിന് വേണ്ടി പണം ചെലവാക്കാതെ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി പണം നമ്മൾ ചെലവാക്കി വെക്കുകയാണ്. ദുനിയാവിനെ വാരിക്കൂട്ടാൻ വേണ്ടിട്ട്. ഈ ദുനിയാവ് മൊത്തം വാരിക്കൂട്ടിട്ട് ഈ ദുനിയാവ് നമ്മളെ കൊണ്ട് സ്വർഗത്തിലേക്കല്ല പോകുന്നത്, ഈ ദുനിയാവ് നമ്മളെ കൊണ്ട് നരകത്തിലേക്കാ പോകുന്നത്. അതെന്താ ചിന്തിക്കാത്തത്? ഈ പണത്തിന്റെ അതിപ്രസരത്തിൽ അള്ളാഹുവിനെയും ദീനിനെയും നമ്മൾ മറന്നുപോകും. ഒരു സുപ്രഭാതത്തിൽ മറന്നുപോകും. അതിന് നമ്മൾ മസലകൾ കണ്ടെത്തും ദുനിയാവിൽ ജീവിക്കാൻ. അതിനെങ്ങനെ കണക്കാണിക്കണ്ടേ, ഇതിനിങ്ങനെ കണക്കാണിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇബാദത്തും നമസ്കാരവും നോമ്പും സുന്നത്തും നോമ്പും ഔവാബീനും ഇശ്റാഖും ളുഹായും എല്ലാം ഉള്ളവര് പോലും പലിശയായിട്ട് ബന്ധപ്പെടും. കച്ചവടത്തിന്റെ വിഷയത്തിൽ, വാഹനത്തിന്റെ വിഷയത്തിൽ, വീടിന്റെ വിഷയത്തിൽ എവിടെയെങ്കിലും പോയില്ലേ? ഇതൊക്കെ ശൈത്താന്റെ പരീക്ഷണങ്ങളാണ്. പിശാച് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഇത്രയും നല്ല ഇബാദത്തിൽ ഇവന്റെ ജീവിതത്തിൽ ഒരു പലിശയുടെ ഒരു അംശം പോലും ഇല്ല, അത്രയ്ക്ക് സൂക്ഷ്മശാലിയായിട്ട് ജീവിക്കുന്നവനെ ഏതെങ്കിലും ഒരു കണക്കിൽ കൊണ്ടുവന്നിട്ട് ഇവൻ അതിനകത്ത് ഇടപെടുത്തി കളയും. ഹലാലായ സമ്പത്തിനെ അവൻ ഹറാമാക്കി കളയും. പിശാചിന്റെ പണി അതാണ്. എങ്ങനെ രക്ഷിക്കാൻ പാടില്ല, നശിപ്പിക്കണം, നാളെ സ്വർഗത്തിൽ കയറ്റാൻ പാടില്ല. ഇത് പിശാചിന്റെ പണിയാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടക്കാരോട് പോലും പറയുന്നത്, കച്ചവടം ഇന്ന ശൈത്താന വൽ ഇസ്മ യഹ്ലുറാനിൽ ബൈഅ ഫശൂബു ബൈഅകും ബിസ്സദഖ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചും പാവങ്ങളും നിങ്ങളുടെ കച്ചവടത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും കേട്ടോ. പിശാചും പാവങ്ങളും. ഈ പിശാച് പാവം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ട് അറിയാതെ, നീ ഇപ്പൊ ഇച്ചിരി ലോൺ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നം വരും, അവിടെ അന്വേഷണം വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അത് കൂട്ടും, എങ്ങനെയെങ്കിലും ഇതിനകത്താക്കാം. സാറേ ഇത്രയും വലിയ നിങ്ങൾ 5 കോടിയുടെ വലിയ സ്ഥാപനം എടുത്തിട്ട് ഇതെങ്ങാനും കത്തിപ്പറഞ്ഞു പോയാൽ ഇത് നിങ്ങൾക്ക് വലിയ നഷ്ടമാവൂലേ? പെട്ടെന്ന് വല്ല ഇൻഷുറൻസും കാര്യം സംവിധാനമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? എങ്ങനെ? അപ്പൊ ചിന്തിക്കും. ശരി തന്നെയാണ്. ഇവന്മാര് തന്നെ രാത്രി കൊണ്ട് തീ വെച്ചാലും അറിയാനും പറ്റൂല. പിറ്റേ ദിവസം വന്നിട്ട് പറയും, ഞങ്ങൾ പറഞ്ഞല്ലേ സാറേ ഇന്നലെ ഇത് നിങ്ങൾ എന്ത് എടുത്തുവിടായിരുന്നോ? അപ്പൊ ഇവന് ചിന്തിക്കും, അത് എടുത്തിരുന്നെങ്കിൽ എന്നൊരു വാർത്ത വരുന്നില്ലേ? ആ വണ്ടി കൊണ്ടുപിടിച്ചു അവൻ്റെ ഇന്നലെ പറഞ്ഞു, എടാ അത് ബ്രേക്ക് മുറുക്കിയിട്ട് പോടാന്ന് അവൻ്റെ പറയാൻ കേൾക്കാതെ, കുഴപ്പമില്ല വാപ്പ, ഞാൻ ഫ്രണ്ടും കൂടെ ചേർത്ത് പിടിച്ചോളാം പാപ്പ. പിറ്റേ ദിവസം വണ്ടി അടിച്ച വാപ്പ പറയടാ ആ ബ്രേക്ക് മുറുക്കിയിരുന്നെങ്കിൽ എന്നുള്ള വാക്ക് ഇസ്ലാമിലില്ല. നബിതങ്ങൾ പറഞ്ഞത് ശൈത്താന്റെ വാക്കാണ്. ആ എങ്കിൽ എന്നുള്ള വാക്ക് ശൈത്താന്റെ വാക്കാണ്. ഇത് അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് നിന്നെ അവിടെ കൊണ്ട് ഇടിപ്പിക്കാൻ. നീ ബ്രേക്ക് മുറുക്കാൻ അള്ളാഹ് സമ്മതിക്കൂല. അപ്പോ ഇത് അള്ളാന്റെ തീരുമാനമാണ്. അല്ലാതെ എങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല.
ഫഇന്ന ലൗ മിനശ് ശൈത്താൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു വാക്ക് പിശാചിന്റെ വാക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാന്റെ ഖദർ, അള്ളാന്റെ തീരുമാനം അത് അങ്ങനെയാണ് സംഭവിച്ചത്. അൽഹംദുലില്ലാഹ്, അള്ളാഹ് നമുക്ക് പരിക്കില്ലാതെ അള്ളാഹ് രക്ഷപ്പെടുത്തി സഹായിച്ചു. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക ഏറ്റവും വലിയ കാര്യമാണത്. അപ്പൊ എങ്ങനെയെങ്കിലും നന്മയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പിശാച് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ അലുക്കുലുത്ത് മനസ്സിലാക്കിയിട്ട് കൊണ്ടിടും. ഇപ്പൊ മഴ പെയ്യുമ്പോൾ തന്നെ ഇപ്പൊ വേനൽ, അടുത്ത മാസം ജൂൺ ആവുമ്പോൾ കാലവർഷം തുടങ്ങും, നമ്മളങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ്, ജൂൺ ആവുമ്പോൾ കാലവർഷം തുടങ്ങും. ഇപ്പൊ ഇടിവെട്ടുന്ന വേനൽ മഴയാണ്, തുലാവർഷമാണ്. ഇതാണ് നബിതങ്ങൾ പറഞ്ഞത്, മുത്തിർന ബിനൗഇ കദാ വകദാ. ഈ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഇതാണ് ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചത്. ഇതാണ് നമ്മുടെ സംസാരം അങ്ങനല്ലേ. ഇപ്പൊ തുലാമഴയാണ്, അടുത്ത വർഷം കാലവർഷമാണ്. ഇതൊക്കെ നമ്മളങ്ങോട്ട് തീരുമാനിച്ചു. ഇപ്പൊ കാലം മൊത്തവും മാറിക്കിടക്കുകയാണ്. അങ്ങനെ പറയരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷെ നമ്മളടക്കം, സാഹചര്യം അടക്കം, നമ്മളിപ്പോ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വെള്ളി നിൽക്കും, മഴ പെയ്യുമ്പം കൂടെ നിൽക്കുന്നവരും ഇമാമ് നിന്നവരും മഅ്മൂമ് നിന്നവരൊക്കെ പറയും, ഇപ്പൊ തുലാവർഷം തുടങ്ങി ഉസ്താദേ. ശരിയാ, ഞാനും ഒക്കെ അറിഞ്ഞു, ഞാനും അനത്തായി. തുലാവർഷം തുടങ്ങി ഉസ്താദ് അവർ പറഞ്ഞപ്പോ ഞാനും ഒക്കെ പറഞ്ഞു. കാലവർഷം തുടങ്ങി ഉസ്താദെ, ശരിയാ, കാലവർഷം ഇനി ഇത് മുതൽ 6 മാസം വരെ മഴയാ. നമ്മളങ്ങനെ പറഞ്ഞു. അല്ല, അള്ളാന്റെ റഹ്മത്താണ്, അള്ളാന്റെ തീരുമാനം, ഇത് നമ്മൾ പറയൂല. ഇത് മറ്റവന്റെ പണിയാണ്. എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം. അതുകൊണ്ട് ഈ സമ്പത്തുള്ളവനെ മക്കയിലേക്ക് വിടൂല. കാരണം ഇവൻ സ്വർഗത്തിൽ പോകും. ഇത്രയും പണം കയ്യിൽ വെച്ചിട്ട് ഇവൻ സ്വർഗത്തിൽ പോകാൻ പാടില്ല. ഈ പണം കൊണ്ട് ഇവിടെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പൊളിപ്പിക്കും ഇവനെ കൊണ്ട് ഇങ്ങനെ. ഇതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ പണി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. നിന്റെ മനസ്സിനകത്ത് മറ്റ് പിശാചിന്റെ ഷർറുകൾ പ്രേരണ ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് ഹജ്ജ് ചെയ്ത് അള്ളാഹെ കണ്ട് തൃപ്തിപ്പെട്ട് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ, നീ പെട്ടെന്ന് ഹജ്ജിന് പോകും. ഹജ്ജിന് പോയി കഴിഞ്ഞ് നീ ഒരു തെറ്റ് ചെയ്തു എന്നാണ് തൗബ അല്ലാഹ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു പേരും പറഞ്ഞിട്ട്, ആരാണ് ഹബീബേ ഈ ഹജ്ജിന് പോയിട്ട് തെറ്റ് ചെയ്യാത്തവരാരാ? ഹജ്ജിന് പോയിട്ട് തെറ്റ് ചെയ്യാത്തവരാരാ? നമ്മളിപ്പോ ഹജ്ജിന് അങ്ങോട്ട് പോയെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പഴയ മുതുക്കൻ ഹാജിയാക്കന്മാരെ നോക്കും. മുതുക്കൻ ഹാജിയാക്കന്മാർ പണ്ടും കണ്ട് പോയതാ. 1919 20 പോയ ഹാജിയാക്കന്മാർ കാണും. 1940 പോയവർ കാണും, 30 പോയവർ കാണും, 1950 60 70 പോയവർ കാണും. ആ 70 പോയ ഹാജിയെ ഒന്ന് വിളിച്ചിട്ട് ചോദ്യം, വല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര വർഷത്തിനുള്ളിൽ? ഇന്നേ പറഞ്ഞ അവർ തെറ്റ് ചെയ്തിട്ടേ ഇല്ല. ചോദിച്ചു വയസ്സായ ആളാണ്. 70 ഹജ്ജ് ചെയ്താ. ഞാൻ അവിടെ നിന്ന് ഹജ്ജ് ചെയ്താണ്, ഞാൻ സൗദിയിൽ നിന്ന് ഹജ്ജ് ചെയ്താണ്. ഹജ്ജ് ഈമാനോടുകൂടി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ അത് അള്ളാഹ് സ്വീകരിക്കും. മനുഷ്യനാണ്, അവന്റെ കയ്യിൽ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അതിനാണ് തൗബ എന്ന് പറയുന്ന ഒരു ആയുധം അള്ളാഹു നമുക്ക് തന്നത്. അതവൻ ഖേദിച്ച് മടങ്ങണം. തെറ്റിയ തൗബ തെറ്റിയ അതല്ല അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ചെയ്തു പോയി. ആ ചെയ്തു പോയ തെറ്റിന് പരിഹാരമായി റബ്ബിനോട് നമ്മൾ പടച്ചവനെ സംഭവിച്ചു നീ പൊരുത്തപ്പെട്ട് തരണല്ല. ഇപ്പൊ നിങ്ങൾ ഹജ്ജ് ചെയ്തത് കൊണ്ട് പാവങ്ങൾ പൊറുക്കപ്പെടും എന്നാണോ അതിന്റെ അർത്ഥം? ഹജ്ജിന് പോയാൽ നമ്മൾ വൻ പാവങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ തന്നെ ചെയ്യണം. ഹജ്ജിന് പോയാൽ തൗബ തന്നെ ചെയ്യണം, വൻ പാവങ്ങൾ പൊറുക്കാൻ. ആ അറഫയിൽ പോയിട്ട്, ആ മിനായില്, ആ മുസ്ദലിഫയില്, അവിടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലത്ത് ഞാൻ വൻ പാപം ചെയ്തു, അല്ലാഹുവേ ഞാൻ വലിയ പാപം തെറ്റ് ചെയ്തു പോയി പടച്ചവനെ, ഇന്ന തെറ്റുകൾ എടുത്തെടുത്ത് പറയണം. ഇന്ന തെറ്റ് ഞാൻ ചെയ്തു അല്ലാ, ഇനി ഇല്ല റബ്ബേ, ഒരിക്കലും ഇല്ല, ഞാൻ അത് ചെയ്യില്ല, ഞാൻ മടങ്ങി അല്ലാ, നീ എനിക്ക് പൊരുത്തം തരണം അല്ലാ, ഞാൻ അതിനു വേണ്ടി നിന്റെ മുന്നിൽ ഈ വലിയ പാപവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, നീ മാപ്പാക്കി തരണം. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ആ ദുആ വരുന്നതെങ്കിൽ പടച്ച തമ്പുരാൻ നിന്റെ കണ്ണുനീര് തുടച്ച് സന്തോഷിപ്പിച്ച് വിടും. വർഷങ്ങൾ കഴിഞ്ഞു, 5 വർഷം 6 വർഷമായി, സ്വാഭാവികമായിട്ട് എവിടെയോ കുടുങ്ങിപ്പോയി, ഒരു തെറ്റ് വീണുപോയി. പെട്ടെന്ന് നീ ചിന്തിക്കും, അല്പെങ്കിലും ഈമാനുള്ളവനാണെങ്കിൽ, ഞാൻ ഹജ്ജ് ചെയ്തവനാണ്, ഉംറ ചെയ്തവനാണ്, റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയവനാണ്, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാൻ പാടില്ല. നിന്റെ കണ്ണ് ഈറനണിയണം. ആ ഒരു ദുഃഖം കാരണത്താൽ അത് മതി നിന്റെ പാപം പൊറുക്കാൻ. നീ വെള്ളമടിച്ച്, നീ കഞ്ചാവടിച്ച്, നീ വ്യഭിചരിച്ച്, നിനക്കൊരു കൂസലും ഇല്ല. നീ ഹജ്ജിന് പോയവനാണ്, ഉംറയ്ക്ക് പോയവനാണ്, ഒരു കൂസലും ഇല്ല എങ്കിലും നീ മുനാഫിഖാണ്. കാരണം അവന് വിഷമമില്ല. ഈ തെറ്റ് ചെയ്തിട്ട് അവന് വിഷമമില്ല.
ഒരു തെറ്റ് വന്നു പോയാൽ അവന്റെ കൽബിന്റെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു വേദനയും ഒരു പ്രയാസവും മനപ്രയാസം ഉണ്ടായി അവന്റെ കണ്ണിലൂടെ അത് അറിയണം, അത് ഈറനണിയണം. പടച്ചവനെ, ഞാനൊരു ഹജ്ജിന് പോയതാണല്ലോ, എനിക്ക് സംഭവിച്ചു, നീ പൊരുത്തപ്പെട്ടതല്ല, നീ ഒറ്റയ്ക്ക് മതി, നീ ആളുകളെ കാണിക്കണ്ട. ഒറ്റയ്ക്ക് നീ ചിന്തിച്ചിട്ട് പടച്ചവനോട് അങ്ങനെ ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് വീണാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീ ചെയ്ത ഹജ്ജ് അത് മബ്റൂറാണ്, മഖ്ബൂലാണ് എന്നതിന്റെ അടയാളാണ്. അല്ലാതെ ഹജ്ജ് ചെയ്യാത്തവരും അല്ല തെറ്റ് ചെയ്യാത്തവരൊന്നും ഈ ദുനിയാവിൽ ഇല്ല ഹബീബേ. നീ ഹജ്ജ് ചെയ്തതിന്റെ പേരിൽ ഇനി ഒരു തെറ്റിലേക്ക് വീണുപോയത് കൊണ്ട് ഇനി ശരിയാവൂല, നമ്മുടെ ഹജ്ജ് ശരിയാവൂല എന്നൊന്നും ധരിക്കരുത്. അള്ളാന്റെ ആഗ്രഹം എന്നറിയോ? നീ തെറ്റ് ചെയ്യാതെ അങ്ങ് ജീവിച്ചാൽ നിന്നെയൊക്കെ നശിപ്പിച്ചിട്ട് ഒരു സമുദായത്തെ കൊണ്ടുവരും, അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും, എന്നിട്ട് തൗബ ചെയ്യിപ്പിക്കും. ഇവരാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഇവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മൾ കരയണം, അള്ളാഹുടെ ഏങ്ങി കരണം, പൊട്ടി പൊട്ടി കരണം. സംഭവിച്ചു പൊരുത്തം തരണേ അല്ലാ. ഞാൻ അങ്ങനെ വീഴുന്നതായിരുന്നില്ല. കുറെ എന്റെ കൂട്ടത്തിൽ വന്ന കൂട്ടുകാരന്മാരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഞാൻ പെട്ടുപോയി പഠിച്ചോർന്ന് എനിക്ക് മാപ്പാക്കി തരണേ അല്ലാന്ന് നീ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരി. തീർച്ച നീ പേടിക്കണ്ട, അള്ളാഹ് നമുക്ക് പുറത്തു തരും. അത്രയും കരുണയുള്ളവനാണ് പഠിച്ചവൻ. അതുകൊണ്ട് വയസ്സാം കാലത്ത് നമുക്ക് ഈ ഭൗതികമായ ചിന്തകളും ശാരീരിക ബന്ധങ്ങളും ഒക്കെ തകർന്ന് എല്ലാം ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഹജ്ജിന് പോയിട്ട് പിന്നെ തസ്ബീഹായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണിയല്ല. ആഫിയത്തുള്ളപ്പം പോണം ഹജ്ജിന്. വീൽ ചെയറിനകത്ത് രണ്ടുപേരെ തെള്ളിക്കൊണ്ട് പോലല്ല വേണ്ടത്. മയ്യത്ത് കട്ടിൽ എടുക്കുന്ന സമയമാകുമ്പോഴല്ല ഹജ്ജിന് പോകേണ്ടത്. ഓടി ഓടി നടന്നുപോയി കഷ്ടപ്പെട്ട് ഹജ്ജ് ചെയ്യണം. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അതല്ലാതെ വയസ്സാം കാലത്ത് തെള്ളുന്നവനും പ്രാവും കൊട്ടാരത്തിനെ കൊണ്ട് ആരോട് തെള്ളി എത്ര പേരോട് നടുക്കിക്കൂടെ? അവന്റെ കാലിന്റെ ഇല്ല കൂടെ ഇവന്റെ കാലം, ഇവന്റെ പ്രാക്ക് അവന്റെ പ്രാക്ക്, അവിടുന്ന് രണ്ട് തട്ട് ഇവിടുന്ന് രണ്ട് തട്ട്, ഓരോരുത്തന്മാരുടെയും പ്രാക്കും കേൾക്കും. ഈ പോകുമ്പോ അവന്റെ കാലും മുറിഞ്ഞു, ഇവന്റെ കാലും മുറിഞ്ഞു. എന്തിനാ ഇങ്ങനെ പോണം? ആഫിയത്തുള്ള സമയത്ത് പോയിക്കൂടെ? ആരോഗ്യമുള്ള സമയത്ത് പോയിക്കൂടെ? അള്ളാഹ് ഇത്രയും അനുഗ്രഹവും നിഅമത്തും ഒക്കെ തന്നിട്ട് നമ്മൾ ഹജ്ജിന് പോകാതെ ഈ പണം പിടിച്ചു വെച്ചിട്ട് നമ്മൾ കച്ചവടം ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ടുപോകാൻ? ഈ കാശ് തിന്നാനും നമുക്ക് രുചിക്കാനും നമുക്കത് ഉപയോഗിക്കാനും ഭാഗ്യമില്ല എങ്കിൽ എന്ത് ചെയ്യും? 5 വർഷം കഴിഞ്ഞവർക്ക് വീണ്ടും ഹജ്ജിന് പോവാം. 5 വർഷം കഴിഞ്ഞിട്ട് പുതുക്കാം. ഞാൻ ഹജ്ജ് ചെയ്തിട്ട് 40 വർഷമായി, 30 വർഷമായി, 10 വർഷമായി. പോ ഒന്നുകൂടെ അള്ളാന്റെ വീട്ടിലേക്ക് പോ. പൈസ തന്നിട്ടില്ല, ഇഷ്ടംപോലെ ഇല്ലേ? പുതിയ വണ്ടി എടുക്കുന്നല്ലോ, വീണ്ടും പുതിയ വീട് മോഡിഫിക്കേഷൻ ചെയ്യുന്നല്ലോ, മോടെ കല്യാണത്തിന് അടിച്ചു പൊളിക്കുന്നല്ലോ. പോയി പണം കൊടുത്ത് അള്ളാന്റെ അടുക്കലേക്ക് പോയിട്ട് ഇതെല്ലാം പറ, പടച്ചൻ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയി, നീ പൊരുത്തം തരണം. അവിടെ വെച്ച് പോയി പറ, കില്ല പിടിച്ചിട്ട് പറ, ഹജറുൽ അസ്വദ് അടുക്കൽ നിന്നിട്ട് പറ, അറഫയിൽ പോയി നിന്നിട്ട് പറ, മുസ്ദലിഫയിൽ നിന്നിട്ട് പറ, സഫാ മർവയുടെ ഇടയിൽ പോയി നിന്നിട്ട് പറ, പടച്ചവനോട് പറ സംഭവിച്ചു, നീ പൊരുത്തം താ അള്ളാന്ന് ചോദിക്ക്. പോ, ഇത്രയും നിഅമത്ത് തന്നില്ലേ? ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പണമൊക്കെ തന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോയി വല്ല ആശുപത്രിക്കാരുടെ കയ്യിൽ കൊടുപ്പിച്ചിട്ട് നിന്നെ മരിപ്പിക്കുള്ളൂ. പടച്ചവൻ വെറുതെ വിടുകയില്ല. പടച്ചവന്റെ തർത്തീബ് അങ്ങനെയാണ്. 4 ദിവസം 3 ദിവസം കിടക്കുന്നതിന് ഒരു ഹജ്ജിന്റെ പൈസ അവൻ വാങ്ങിക്കും. 4 ദിവസം കിടന്നാൽ മതി. അതിനകത്ത് കയറി ചത്തോ ചത്തില്ലയോ അല്ലാഹു അലഹന്നോട് അറിയേണ്ട കാര്യമില്ല. അതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ 4 ദിവസത്തേക്ക് ഒരു ഹജ്ജിന്റെ പൈസ, ഒരു ഹജ്ജിന്റെ പൈസ കൊടുക്കണം. അതാണ് അതിന്റെ തർത്തീബ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഞങ്ങൾ കഷ്ടപ്പെട്ട് നിന്റെ കഅബ ശരീഫിലേക്ക് വന്നാൽ നീ ഞങ്ങൾക്ക് തരുന്ന ഗുണമെന്താ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു തആല ദാവൂദ് നബിക്ക് മറുപടി പറഞ്ഞു, യാ ദാവൂദ്, എന്നെ കാണാൻ ലക്ഷ്യം വെച്ച് നിയ്യത്തോടുകൂടി എന്റെ വീട്ടിലേക്ക് വരുന്നവർക്ക് അൻഉആഫിയഹും വഅഗ്ഫിറ ലഹും, ഞാൻ അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കും, അവരുടെ പാവം പുറത്തു കൊടുക്കും. നല്ല ആരോഗ്യം കൊടുക്കും, പാവം പുറത്തു കൊടുക്കും. ആരോഗ്യം കൊടുക്കുന്നാ പറഞ്ഞത്. ആരോഗ്യം വേണോ? മെഡിക്കൽ കോളേജിൽ പോണ്ട, ഹജ്ജിന് പോവും. ആരോഗ്യം തരും അല്ലാഹു തആല, ആരോഗ്യം തരും അല്ലാഹു തആല ആണ് പറഞ്ഞത്. ആരോഗ്യം തരും. പടച്ചവൻ പറഞ്ഞ വാക്കല്ലേ. ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ വാക്കാണ്. ആർക്കെങ്കിലും ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായി ലഖദ് ഹമംതു അൻ അബ്ഉസ റിജാലൻ ഇലാ ഹാദിഹിൽ അംസാർ ഫയൻളുറു ഇലാ മൻ കാന ലഹു ജിദ്ദത്തുൻ ഫലം യഹുജ്ജ. ആരെങ്കിലും ഈ നാട്ടിൽ ഹജ്ജ് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിട്ട് കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ ദൂതന്മാരെ അയച്ചു നോക്കും, അവന്റെ വീട്ടിൽ പണമുള്ളവനാണോ ഇവന് പണമുള്ളവനാണോ എങ്കിൽ അവനെ പിടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് നല്ല പെറ്റി അടിപ്പിക്കും, പെനാൽറ്റി അടിപ്പിക്കും. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറഞ്ഞ വാക്ക് മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ. 2 പ്രാവശ്യം പറഞ്ഞു, ഉമർ മുസ്ലിങ്ങളെ അല്ല, ഉമർ മുസ്ലിങ്ങളെ അല്ല. അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹു വാക്കാണ്.
പോയി നോക്കും. അപ്പൊ നമുക്ക് ഇന്ന് ദൂതന്മാരെ ഒന്ന് വിട്ടിട്ട് നമ്മുടെ ഈ പരിസരത്തുള്ളവരൊക്കെ ഒന്ന് അന്വേഷിച്ച് നമ്മുടെ ഈ ജമാഅത്തിൽ എത്ര വലിയ സാമ്പത്തികമായ സ്രോതസ്സുള്ളവരുണ്ടായിട്ട് ഹജ്ജിന് പോയില്ല എന്നൊരു കണക്കെടുത്താൽ എന്തായിരിക്കും രംഗം? ഹജ്ജിന് പോയില്ല എന്നൊരു കണക്കെടുത്ത് നോക്ക്. ഇവരെ കുറിച്ച് എന്താ പറഞ്ഞു? അവർ മുസ്ലിമീങ്ങളെ അല്ല. ഇത്രയും പണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നിട്ട് നീ ഹജ്ജിന് പോകാതെ ഈ പണം കൊണ്ട് നീ സൂചിച്ച് തിന്നാണില്ലേ? നീ മുസ്ലിമേ അല്ലടാ. എന്റെ വാക്കാണ്, എന്റെ വാക്കല്ല കേട്ടോ. പറഞ്ഞ വാക്കാണ്. എത്ര ഗൗരവമാണ്, എത്ര ഗൗരവമാണ്. പോണ്ടേ, അല്ലാഹെ കാണണ്ടേ, കഅബയിൽ എത്തണ്ടേ. ഇനിയൊരു കാലം വരും അബിവേ, പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. പണം ഉണ്ടാവും കയ്യിൽ, സ്വർണം ഇഷ്ടം പോലെ ഉണ്ടാവും, ആർക്കും വേണ്ടി വരില്ല. സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കൂല. സക്കാത്ത് കൊണ്ട് നമ്മൾ പോവും, ആർക്കും വേണ്ട. നിനക്ക് വേണം ഞാൻ തരാം, എൻ്റെ അടുത്ത് പോണ്ട് കുറച്ച്. ഒരുപാട് സ്വർണ്ണമായിട്ട് കൊണ്ടുപോകും. നിനക്ക് വേണം, അതാ വീട്ടിൽ പോണ്ട്, ആർക്കും വേണം, അവിടെ ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് പോകും. ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചു വന്നപ്പോ ഹജ്ജിന് സീറ്റ് കിട്ടുന്നില്ല. ആ അവസ്ഥ എത്തിയില്ലേ? 2 ലക്ഷം രൂപയ്ക്ക് ഹജ്ജ് ചെയ്യാവുന്ന സമയം ഉണ്ടായിരുന്നു, 1 ലക്ഷം രൂപയ്ക്ക് ഹജ്ജ് ചെയ്യാവുന്ന സമയം ഉണ്ടായിരുന്നു, 50,000 രൂപയ്ക്ക് ഹജ്ജ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന് എത്ര 8 ലക്ഷം 7 ലക്ഷത്തി വരെ എത്തിയില്ലേ? 7-8 ലക്ഷം എത്തിയില്ലേ? ഇനി അടുത്ത വർഷം 10 ലക്ഷം ആയാൽ ഭാര്യയ്ക്കും ഭർത്താവിനും പോണെങ്കിൽ 1/4 കോടി രൂപ വേണം ഹജ്ജിന് പോകാൻ. 20-25 ലക്ഷം രൂപ വേണം. ഇനി ഒരു സമയം വരും 1/4 കോടി രൂപ ഹജ്ജിന് പോകാൻ. ആർക്ക്? ഭാര്യയ്ക്കും ഭർത്താവിനും. അപ്പൊ പോവാരല്ലോ കണക്ക് നോക്കുമ്പോ 25 ലക്ഷം. ചിന്തിക്കും. അവൻ മറ്റോ ഇറങ്ങി വരും മോളിൽ നിന്ന്. നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല, രാവിലെ ഇഷ്റാഖ് നിസ്കരിച്ച് ഹജ്ജിന്റെ ഉംറയുടെയും കൂലി കിട്ടും, നിനക്ക് നിസ്കരിച്ചൂടെ? ഈ 25 ലക്ഷം കൊടുത്തിട്ട് നീ ഹജ്ജിന് കൊണ്ടുവല്ല ആവശ്യമുണ്ടോ? കച്ചവടത്തിനിട്ട് അടുത്ത വർഷം 50 ലക്ഷം കിട്ടൂലേ? ചിന്തിക്കും. സബൂറ പോകണ്ട, നമുക്ക് അടുത്ത വർഷം വല്ലതും നോക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പം വലിയ പാട്, അവിടെ ഭയങ്കര ചൂടാന്ന് പറയുന്നത്, ഭയങ്കര തിരക്കാന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പോകണ്ട, അടുത്ത വർഷം ആവട്ടെ. യാ അല്ലാഹ് എടുത്ത് മാറ്റ് കച്ചവടത്തിലേക്ക്. അള്ളാന്റെ ഫضല് കൊണ്ട് അടുത്ത വർഷം ആക്ക് കൊടുത്ത പൈസ ആയിട്ട് അവനോട്ട് അങ്ങ് മുങ്ങും. അല്ലാഹു തആല അവനെ കൊണ്ട് 50 കൂടെ മൊത്തത്തിൽ അങ്ങ് പോകും. ഉള്ളതും കൂടെ പോയി. പടച്ചവന്റെ കളി അങ്ങനെയാണ്. ഇത് കൊടുത്താൽ പടച്ചവൻ നിലനിർത്തും. ദുനിയാവിന് വേണ്ടി കൊടുക്കുമ്പോൾ പടച്ചവൻ അതുകൊണ്ട് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹ് നമുക്ക് തന്ന സമ്പത്ത്. അള്ളാഹ് കടം തന്ന എത്ര നാൾ നമ്മൾ കടം തന്ന, എന്നിട്ട് ചോദിക്കുകയാണ്, വാ എന്റെ പൈസ തിരിച്ചതാ, വാ 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 വാ. ആരാണ്? മൻദല്ലദി യുഖ്റിദുല്ലാഹ ഖർദൻ ഹസന. അല്ലാഹ്ക്ക് ഒരു നല്ല കടം കൊടുക്കാൻ ആരുണ്ട്? ഫയുളാഇഫ ലഹു. അവൻ അല്ലാഹ് അത് ഇരട്ടി കൊടുക്കും, ഇരട്ടിയാക്കി കൊടുക്കും. മഫ്തഖറ ഹാജ്ജുൻ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്, ആരംഭപ്പൂവായ മുത്തു നബിയുടെ വാക്കാണ്, ആ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ്. മഫ്തഖറ ഹാജ്ജുൻ. ഒരു ഹാജിയും ദാരിദ്ര്യനാവുകയില്ല, ഫക്കീറാവുകയില്ല. ഒരു ഹാജിയും പിച്ചക്കാരനാവൂല. റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. ഹജ്ജ് ചെയ്തതിന്റെ പേരിൽ നിനക്ക് സാമ്പത്തികമായ ഒരു നഷ്ടം അല്ലാഹു തആല വരുത്തൂല. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ നിയത്ത് ചെയ്യ്, എന്ത് പ്രശ്നം വന്നാലും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഹജ്ജിന് പോകണം. എന്താ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉറപ്പില്ല. കാരണം എങ്ങനെ പൈസ ഒന്നും ഇല്ല, ഞാൻ എന്ത് ഇൻഷാ അല്ലാഹ്. അതാണ് ഈമാനിന്റെ കുറവ്, അതാണ് ഈമാനിന്റെ കുറവ്. ഇൻഷാ അല്ലാഹ്ക്ക് പൈസ ഇല്ലല്ലോ, ഉണ്ടോ? ഇൻഷാ അല്ലാഹ് പറയാൻ ടാക്സ് അടയ്ക്കണോ? പടച്ചവനെ എനിക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നിന്റെ വീടൊന്ന് കാണാൻ. റബ്ബേ എനിക്ക് നല്ല ഹജ്ജ് ചെയ്ത് ഒരു തെറ്റ് ചെയ്യാതെ നിന്നെ ഒന്ന് കണ്ടുമുട്ടാൻ എൻ്റെ ഒരു ആഗ്രഹമാണ്. സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ലാഹ് അവിടെ ചോദിച്ചില്ലല്ലോ. ഇതൊന്നും സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ എന്നല്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ലാഹ് ഉദ്ദേശിച്ചാൽ കൊണ്ടുപോകാൻ പറ്റൂലേ? അല്ലാഹു നീ എന്നെ ഒന്ന് കൊണ്ടുപോകണം. ഈ ജുമുഅയുടെ സമയത്ത്, ഈ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൽ ഇവിടെ ഇരുന്നിട്ട് ആ മനസ്സുകൊണ്ട് അല്ലാഹ് എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ സമ്പത്തില്ലെങ്കിൽ ഒരാൾ ഓടി വരും, എൻ്റെ ഒരു ഹജ്ജ് ഞാനൊരാൾക്ക് നിയത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ. ആള് കൊണ്ടുവരും. നിന്റെ മനസ്സ് പോലെ ഒരാൾ വരും, എന്നെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോകാൻ നിയത്ത് ചെയ്ത് ഞാൻ കൊണ്ടുപോകും. എത്ര സാധുക്കൾ ആഗ്രഹിച്ചവരെ കൊണ്ടുപോയിട്ടുണ്ട്. എത്ര സാധുക്കൾ, എത്ര സാധുക്കൾ, എത്ര ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഹബീബേ. ഈ ദുനിയാവിൽ നടന്ന എത്ര സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ വെച്ച് മരിക്കണം 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 മരിക്കണം, അവിടെ പോയി മരിക്കണം 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 എന്ന് ദുആ ചെയ്ത് അടുത്ത സമയത്താണ് ഈ കേരളത്തിൽ നിന്ന് ഒരു പെണ്ണുമ്പിള്ള അവിടെ പോയിട്ട് മരിച്ചത്. എങ്ങനെ മരിച്ചു? അല്ലാഹു അല്ല. എല്ലാം റെഡിയായി തിരിച്ചു വരാൻ പോവാണ്. ടിക്കറ്റ് എല്ലാം എടുത്ത് എല്ലാം പാക്ക് ചെയ്ത് പടച്ചവനെ റസൂലുള്ളാഹിയുടെ അടുക്കൽ വഫാത്താണ്. അങ്ങനെ എല്ലാം ഓക്കെ ആയി, കേറിക്കോ, ദാ എല്ലാം കൊണ്ടുപോവാണ് ബസ്സിനകത്ത്. അപ്പോഴത്തേക്ക് തല ഇറങ്ങി വീണ് ദാ തീർന്ന് മദീനയിലെ. അതാണ് ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹം അല്ലാഹു റസൂലാണോ? ഉമർ റളിയല്ലാഹുവിന്റെ ആഗ്രഹം എനിക്ക് എന്റെ റസൂലിന്റെ മണ്ണിൽ മരിക്കണം. എന്റെ ആഗ്രഹം അതാണ്.
ഞാൻ മക്കയിലൊക്കെ ജനിച്ചത് സംഭവം ശരി തന്നെയാണ്. എന്റെ ഹബീബ് എവിടെയാണോ എനിക്ക് അവിടെ തന്നെ കടന്ന് മരിക്കണം. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാവണം. എനിക്കതാണ് എന്റെ ആഗ്രഹം ജീവിതത്തില്. ഒരുപാട് തെറ്റ് ചെയ്ത് ശിർക്കിൽ വളർന്നു വന്നവനാണ്. എനിക്ക് ഇസ്ലാം കിട്ടിയപ്പോ എനിക്ക് വലിയ പ്രഭയായി പോയി. അതുകൊണ്ട് അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ എനിക്ക് ഷഹീദാവുകയും റസൂലുള്ളാഹിയുടെ അടുക്കൽ മരിക്കുകയും ചെയ്യണം, വഫാത്താവണം. ഇത് രണ്ടും അള്ളാഹ് കൊടുത്തില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തില്ലേ? ആ അള്ളാഹുവല്ല ഇന്നുള്ളത്. നമ്മളത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് നോക്ക്. എനിക്ക് പണമില്ല പടച്ചവന്, ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹം വെച്ച് അല്ലാഹു തആല നിന്നെ ഹാജിയാക്കി നല്ല ഉയർത്തെഴുന്നേൽപ്പിക്കും. പണമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇഖ്ലാസോടെ പറ, ഇന്ന് മുതൽ നിങ്ങൾ പണിയെടുക്ക്, കുറേശ്ശെ മാറ്റിവെക്ക്. അടുത്ത വർഷം പോകാനുള്ള സമയമാകുമ്പം അതിന്റെ പൈസ പടച്ചവൻ എത്തിച്ചു തരും. നീ എത്തിവൈ, ഉഷാറില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിയത്ത് വെക്കുകയാണ്, എനിക്കൊന്ന് അടുത്ത വർഷം പോണം. പടച്ചോനെ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ആമീൻ പറ. ഞാനെങ്കിലും പോട്ടെ, പോയിട്ട് നിങ്ങൾ കൊണ്ട് ദുആ ചെയ്യാം. പിന്നെ അല്ലാതെ ഞാനെങ്കിലും പോട്ടെ, നിങ്ങൾ നിന്ന് ആമീൻ പറ ആത്മാർത്ഥമായിട്ട്. ഞാനെങ്കിലും പോട്ടെ. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇത്രയും കിടന്ന് നെക്കി പ്രസംഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഷാ അല്ലാഹ് ഉറപ്പ്. അതെ, ഇതാണ് നമ്മുടെ മൊത്തം പ്രശ്നം. ഇടയിൽ ഉസ്താദ് പറയുന്നത് വാത്യ ഓതിയാൽ മതി, അവന്റെ ആ രോഗം മാറുമെന്ന്. ഗുളിക കഴിക്കണോ വാത്യ ഓതണോ? ഞാനിപ്പോ പറയുന്നു, ഉറപ്പ് തരുന്നു, നിന്റെ ഹാർട്ട് അറ്റാക്ക് മാറും ഈ ഗുളിക വേണ്ട വാത്യ ഓത്. ആരെങ്കിലും വാത്യ ഓതി രക്ഷപ്പെടുവോ ഉസ്താദ്? അവിടെ ഉസ്താദ് അങ്ങനെല്ലാം പറയും. നീ വേണമെങ്കിൽ ഇഞ്ചക്ഷൻ എടു പോയി പെട്ടെന്ന്. അതേ പറയുള്ളൂ. ഓക്കെ, നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. ഓക്കെ, ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മളിപ്പോ മരുന്ന് കഴിക്കണ്ടെന്നൊന്നും അല്ല ഇസ്ലാമിൽ. അസുഖം വന്നാൽ മരുന്ന് കഴിക്കണം. ചികിത്സിക്കാതെ ഇരുന്ന് ബന്ധക്കോസ്തുകാരോട് ദ്വാരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല. അവൻ വഴിയായി പോവുക തന്നെ ചെയ്യും. ചികിത്സിക്കുക, ദുആ ചെയ്യുക, പ്രേ ആൻഡ് വർക്ക്, രണ്ടും കൂടെ ചെയ്യുക. പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക.